ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്ന പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങള് സ്ത്രീ അപ്പോ ആ അഫിഡവിറ്റ്, ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കോ? അതാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്നില്ല. യെസ് ഓർ നോ എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. യെസ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഒരു നിലപാടായല്ലോ. ഇല്ലെങ്കിൽ നോ, മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ ഞങ്ങൾ അത് മാറി, ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്ന് പറയണ്ടേ? തീരുമാനം ഇനി എപ്പോഴാ തീരുമാനം എടുക്കുന്നത്? കോടതി ആ കേസ് എടുക്കുന്നതിന് മുമ്പ് അഫിഡവിറ്റ് കൊടുക്കണ്ടേ? ഇന്നലെ കേസ് വരുമെന്ന് ഗവൺമെന്റിന് അറിയാൻ CPM-ന്റെ നിലപാട് സെക്രട്ടറി ME ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ മാറ്റം ഏത് കാര്യത്തിലുണ്ടാകും, മാറ്റം അനിവാര്യമാണ്, മാറ്റത്തിന്റെ ലോകത്തുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മാർസിയൻ പശ്ചാത്തലത്തിൽ അതിന് എന്താണ് CPM-ന്റെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവ്യക്തത കൊണ്ട് നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിയമമന്ത്രിയും പറയുന്നത് അതാണ്. യെസ്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഇത് പറയാൻ ആയിരിക്കുമെന്നാണ് നിങ്ങളുടെ ആദ്യത്തെ നിലപാട്. അതിന് പിന്നീട് മാപ്പ് പറഞ്ഞു. 2 സ്ത്രീകളെ കയറ്റിയതിനും മാപ്പ് പറഞ്ഞു. അയ്യപ്പ സംഗമത്തിലെ ഈ തട്ടിപ്പ് മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഭയങ്കര തട്ടിപ്പാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയത്. 600 പേര് മാത്രം പങ്കെടുത്ത പരിപാടിയിൽ 3000 പേർക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം? 4000 പേർക്ക് എങ്ങനെ എടുത്തിരിക്കുകയാണ്. എല്ലാം കിടക്ക പോലും കാണാനില്ല. അവിടെ പന്തല് കൊടുത്തതിൽ നടപടി, സർക്കാരിന്റെ പണവും ദേവസ്വം ബോർഡിന്റെ പണവും കൊടുക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചു വേണം കൊടുക്കാൻ. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പന്തല് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തുക അങ്ങ് കൊടുക്കാൻ പറ്റില്ല. ടെൻഡർ പ്രൊസീജിയർ നടത്തിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ കോടതി ഇതെല്ലാം അല്ല, കിട്ടിയ ചാൻസ് എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അല്ലെ? ഇപ്പൊ ഇവര് കൈയൊഴിയാണ് എന്താ? അയ്യപ്പനേക്കാളും വലിയ പടമുള്ള ഫ്ലെക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെച്ചിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്. ഇപ്പൊ സർക്കാർ എങ്ങനെ കൈ കഴുകണത്? ഇപ്പൊ സർക്കാർ കൈ കഴുകുന്നത് ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് ദേവസ്വം മന്ത്രി പറയണം. ദേവസ്വം മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആരുടെയൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി, ആരൊക്കെ പണം തന്നു, ഒരു കണക്കൂല. കിട്ടിയ പണം തന്നെ ചെലവഴിച്ചിരിക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്. വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്ത്. അപ്പോൾ ഓഡിറ്റ് വിഭാഗം പരിശോധിച്ചപ്പോൾ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്തത് മാരുതി കാറായിരുന്നു. മാരുതി കാറിൽ എങ്ങനെയാണ് കുതിരയെ കൊണ്ടുവന്ന്? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ്. ഇപ്പോ ഈ മാരുതി ആരാണെന്ന് പറയണില്ല, പേരൊന്നും പറയണില്ല. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ്. അതിനെ വെല്ലുന്ന തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇവിടെ നടന്നിരിക്കുന്നത്. അയ്യപ്പന്റെ പേരിൽ ഇത്രയും കൊള്ള ചെയ്യാമെങ്കിൽ വേറെ എവിടെ നിന്നാണ് ഇവര് കക്കാത്തത്? അതാണ്, കളവാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഒരു പങ്കുമില്ലെന്ന് പറയാണ്. പങ്കുണ്ട്. സർക്കാർ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രി ഉണ്ട്. കോടികളാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത്. സ്പോൺസർ കിട്ടിയതിനെ പറ്റി പോലും കണക്കില്ല. പറയണം, ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഞങ്ങൾ പറയിപ്പിക്കും, ഉറപ്പായിട്ട് പറയിപ്പിക്കും.